ഹായ് ഹലോ, ഉത്സവക്കാലമായില്ലേ. ഇന്നലെ വൈരങ്ങോട് വേലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരുന്നുണ്ടോ വേല കാണാനെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മയും ഏടത്തമ്മയും മക്കളൊക്കെ ആയിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് വരവ് കണ്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ പോയില്ല, നമ്മൾ വിജേഷേട്ടൻ്റെ ഷോപ്പിൻ്റെ അവിടെ പോയിട്ട് ഒരു ഷോപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാട്ടോ നമ്മൾ കുറേ വരവുകളും കണ്ടത്. നല്ല വലിയ കാളകളും ചെറിയ കാളകളും അതുപോലെ കൊട്ടും പാട്ടും ചെണ്ടൊക്കെ ആയിട്ട് ഒരുപാട് വരവുകൾ കാണാൻ പറ്റിയിട്ടോ. ചില കാളകളൊക്കെ നല്ല വലുപ്പതേ, നല്ല നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും വലുപ്പമുണ്ട് കേട്ടോ നേരിൽ കാണാനായിട്ട്. ചെക്കന്മാർക്കൊക്കെ നല്ല ഉത്സവത്തിൻ്റെ വെയിലൊന്നും അവർ അറിയുന്നേ ഇല്ല, ഭയങ്കര ചാട്ടവും കളിയൊക്കെ ആയിരുന്നേ. കുറേ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ, യൂണിഫോം പോലെ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. പല കളറിലുള്ള ഡ്രസ് കോഡുകൾ ഉണ്ടായിരുന്നു പല ഏരിയയിൽ നിന്നല്ലേ. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ നല്ല വലിയൊരു വിലപിടിപ്പുള്ളൊരു കാറും പോകുന്നുണ്ട്. ഏതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടതാണേ. കുഞ്ഞുങ്ങൾ അതടിക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ അതും പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കൊട്ടും പാട്ടും ചെണ്ടൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. നമ്മൾ കയ്യിൽ ഓറഞ്ച് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചാലും അവർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയി. ചായ, വാട്ടർമെലൻ്റെ ജ്യൂസ് അങ്ങനെയൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം കുറച്ച് മാറിയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടോ, വെയിലത്ത് പോകുന്നതായിരുന്നു ഉച്ചയ്ക്ക്. ഒരുപാട് നല്ല നല്ല എന്താ പറയുക, പുരാണത്തിലെ കഥകളൊക്കെ വെച്ചിട്ട് ഓരോ വേഷങ്ങളുണ്ടായിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ അങ്ങനെ പൊങ്ങുന്നു താഴുന്നു അങ്ങനെയൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ശിവനുണ്ട്, ശിവനിങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അതിൻ്റെ എല്ലാ എഫക്റ്റും കൊടുത്ത് ഇങ്ങനെ പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ കഥയും കൂടെ അതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ചെണ്ടയും മേളവും പാട്ടൊക്കെ ആയിട്ട് ഒന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല. എങ്കിലും അവരതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും കുറേ നേരം അതൊക്കെ കണ്ടു. നമ്മളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുട്ടായി വരുമ്പോഴാണ് ആ കാളവരവ് കാണാനായിട്ട് ഭംഗി. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ അവരിടും. ചില കാളകൾക്ക് കൊമ്പൊക്കെ നിവർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ അവിടെ ഒരു മതിലിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. കൊട്ടുംപാട്ടൊക്കെ കേട്ടിട്ട് കല്ലുമുക്ക് ഈ ലൈറ്റുള്ള കുട വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നതല്ലേ, അന്നിരിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്നിരുന്നു. ഏറ്റവും വലിയ കാളായിട്ട് തോന്നിയത് ഇതിനെയാണ് കേട്ടോ. കല്ലുമോള് പോയി തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൺപിള്ളേരൊക്കെ എന്താ ഡ്രസ് കോഡൊക്കെ ഇട്ട് കളിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പേപ്പറൊക്കെ അതുപോലെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗി. വിജേഷേട്ടൻ ഷോപ്പിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക്. പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചിയുടെ ഹസ്ബൻഡും ഏട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം പിന്നെ രാത്രിയായപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഉഷാറായതുപോലെ തോന്നി. കാരണം അതിൻ്റെ ഉത്സവത്തിൻ്റെ എല്ലാ ഒരു ചൊടിയും അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ എല്ലാ കാളകളും ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് വരുന്ന കാണാനായിട്ട് നല്ല ഭംഗി, നല്ല വലിപ്പമുള്ള കാളകളാട്ടോ ചിലതൊക്കെ കാണാൻ. അങ്ങനെ പിള്ളേരും ചെക്കന്മാരൊക്കെ നല്ല ഉഷാറായിട്ട് ചാടി കളിച്ച് നല്ല രീതിയിൽ തിമിർത്തിട്ടോ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.